ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് പാൽപ്പൊടിയും മുട്ടയും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു അര കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. അര കപ്പ് പാൽപ്പൊടിയിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ് ഞാൻ അളന്നിട്ടുള്ളത്. നിങ്ങൾ ഏത് കപ്പിലാണ് പാൽപ്പൊടി എടുക്കുന്ന ആ ഒരു ഇതിൽ തന്നെ വെള്ളവും അളന്നെടുത്താൽ മതി. അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം കുറച്ച് മതിയെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ കുറച്ച് ചേർത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് തിളച്ച് എടുക്കണമെന്നില്ല. ഒരു നന്നായിട്ട് തന്നെ ചൂടായി പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി ഒന്ന് പാൽപ്പൊടി ഒന്ന് നന്നായിട്ട് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിനെ ഒന്ന് അടുപ്പത്തുനിന്ന് മാറ്റി വയ്ക്കാം. ഇത് നല്ലപോലെ ഒന്ന് തണുത്ത് വരണം. ഇനി പഞ്ചസാര ഒന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്നൊക്കെ ഗോൾഡൻ കളർ ആകുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് വേണം ഇത് ക്യാരമൽ ചെയ്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു കയർപ്പ് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നല്ലൊരു കളറിൽ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ സെറ്റ് ചെയ്യാൻ വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമർ ഞാൻ അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വാനില എസൻസ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വാനില പൗഡറാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂണൊക്കെ വാനില പൗഡർ ചേർക്കുന്നുണ്ട്. മുട്ടയുടെ മണം ഒട്ടും അറിയാതിരിക്കാനും പിന്നെ നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്തിട്ടുള്ളത്. ഈ മുട്ട നന്നായിട്ട് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് പാൽപ്പൊടിയുടെ ഒരു മിൽക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് തണുത്തിട്ട് വേണം മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതുപോലെ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. തണുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ മുട്ട പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നേരത്തെ ക്യാരമൽ ചെയ്ത് ഒഴിച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഇതുപോലെ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. സ്റ്റീമറിലേക്ക് വെച്ചിട്ട് ഇതിനി ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കാം. സ്റ്റീമർ ഇല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഏതെങ്കിലും ഒരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പാത്രം ഇറക്കി വെച്ച് വേവിച്ചെടുത്താൽ മതി. ഈ പാത്രത്തിലെ വെള്ളം കുറയുന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് ചൂട് പോയി കഴിയുമ്പോൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ഒരു 1-2 മണിക്കൂർ നല്ലപോലെ തന്നെ തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനി തണുക്കാനായിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലപോലെ തന്നെ തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണിത്. ഇതിൻ്റെ സൈഡിൽ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് ഇത് പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ ഇതിങ്ങനെ പ്ലേറ്റിലേക്ക് വീണോളും. ഒരു 2 മുട്ടയും കുറച്ച് പാൽപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്